നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർഹതയില്ലാത്ത പണത്തിൽ കണ്ണുവച്ചാല് ആപത്തായിരിക്കും ഫലം. എന്നുവെച്ച് കാശ് പറ്റി സാഗറിനെ അനുസരിക്കാതിരുന്നാൽ അവന്റെ കൈക്കരുത്ത് അനുഭവിക്കേണ്ടി വരും. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരണം, എത്രയും പെട്ടെന്ന്. എന്നാലേ നിനക്കൊരു മാറ്റം വരുള്ളൂ. മോളെ, വേദനയുണ്ടോ? ചെറുതായിട്ട്. സാരില്ല, കുറയൂട്ടോ. നീ നല്ലയാളാ. നിന്നെ ലൈനിൽ കിട്ടാൻ വേണ്ടി ഞാൻ എത്രയോ ട്രൈ ചെയ്തതാ. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫാ. പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടു. അത് നീ കണ്ടെന്ന് ബ്ലൂടിക്കും കണ്ടു. എന്നിട്ട് നീ പ്രതികരിച്ചില്ലല്ലോ ശ്യാമേ. നിനക്ക് എന്താ പറ്റിയത്? ചേച്ചിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. വർഷയുടെ കാര്യം പറയണം. അവൾ അപകടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷ അപകടത്തിലാണെന്നോ? അവൾക്കെന്താ പ്രശ്നം? ഫോണിലൂടെ സംസാരിച്ചാ ശരിയാവില്ല. എനിക്ക് ഉടനെ നിന്നെ ഒന്ന് നേരി കാണണം. ഞാൻ വരും. വർഷയുടെ കാര്യമാകുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്നാണ്, എവിടേക്കാ, എപ്പോഴാ വരേണ്ടതെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മതി. ശരി, വിളിക്കാം. ഫോൺ എടുക്കണം. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കരുത്. ഇല്ല ചേച്ചി, ഞാനെപ്പോഴും ചേച്ചിയുടെ വിളി പ്രതീക്ഷിച്ച് തന്നെ നിൽക്കും. ശരി ചേച്ചി. എന്ത് സഹായം ചെയ്തും വർഷയെ രക്ഷിക്കാൻ ശ്യാമ വരും. വന്ദനമ്മ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലോ. വന്ദനമ്മ ആരെയാ ഫോണിൽ വിളിച്ചത്? വന്ദനമ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരാൻ പോകുന്ന ഒരാളെ. അതാരാ? അതൊക്കെ ഉണ്ട്. എനിക്കറിയാം ആരാണെന്ന്. പറയട്ടെ? പറ. ജഗനങ്ങളല്ലേ? ദേഷ്യപ്പെടണ്ട. വന്ദനമ്മയ്ക്ക് സന്തോഷം കൊണ്ടുവരുന്ന 2 പേരേ ഉള്ളൂ. 2 പേരോ? ഒന്ന് ഞാൻ, പിന്നെ ജഗനങ്ങള്. ദേ നോക്ക് ദിയ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞു പോരുതെന്ന്. അവളുടെ ഒരു ജഗനങ്ങള്. ജഗനങ്ങള് ആപത്ത് സമയത്ത് രക്ഷകനായി വരുന്ന മായാവി. എട്ട് 9 5 4 8. ഒരു നമ്പറിന് പോയി. 25,000 രൂപ പോയി. സാഗറാണല്ലോ. ഹലോ. വന്ദന പല കുഴപ്പങ്ങളും ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, പല കുഴപ്പങ്ങളിലും വന്ദന ചാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവക്ക് യാതൊരു പ്രയോജനവുമില്ല.
പക്ഷേ നഷ്ടപ്പെടുന്നതോ അവളുടെ പേരും. നിങ്ങളെ പോലുള്ളവർ താമസിക്കുന്ന നല്ല കുടുംബത്തിലാ ആ വന്ദനയും ജനിച്ചത്. വന്ദന ചാടുന്ന കുഴപ്പങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഉത്തരം പറയേണ്ടി വരും. അവളുടെ നീക്കങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല സാഗറെ, എനിക്ക് ജോലിയുണ്ട്, പിന്നെ എനിക്ക് ഓഫീസിൽ പോകണം. ഇന്നിനി മറ്റൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. പ്രകാശിന് നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരെമൗണ്ട് ഞാൻ ഇനിയും തന്നോണ്ടിരിക്കും. ഇപ്പൊ 25,000 വന്നില്ലേ? വന്നു. എങ്കിൽ വന്ദനയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്നെ വിളിച്ചറിയിക്കാൻ വേണം. അപ്പൊ ശരിയെന്നാ. നാശം. ഈ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കല്ലേ. അനുസരിക്കാതിരിക്കാനും പറ്റുമോ? തുടർച്ചയായിട്ട് ലീവ് എടുത്താൽ ആകെയുള്ള ജോലിക്കാര്യം കുഴപ്പത്തിലാവും. പിരിച്ചുവിടാനും മടിക്കാത്ത മാനേജ്മെന്റാ. ഒടുവിൽ ജോലിയില്ല. സാഗർ തരുന്ന പണം നിലച്ചാൽ തെണ്ടിയത് തന്നെ. അർഹതയില്ലാത്ത പണത്തിൽ കണ്ണുവച്ചാല് ആപത്തായിരിക്കും ഫലം. എന്നുവെച്ച് കാശ് പറ്റി സാഗറിനെ അനുസരിക്കാതിരുന്നാൽ അവന്റെ കൈക്കരുത്ത് അനുഭവിക്കേണ്ടി വരും. എന്തായാലും വന്ദനയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. ഇവള് തന്നെയാ. ചതിച്ചല്ലോ. അവൾ ഓട്ടവും പിടിച്ചു. പിന്തുടരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.